നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രേക്കായി ഫുട്ബോൾ ലോകം ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് പതിയെ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അർജന്റീനയുടെ ക്യാമ്പ് ഫിലാഡൽഫിയയിൽ ആരംഭിച്ചിരിക്കുന്നു. ചില താരങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ ഇപ്പോൾ അർജന്റീൻ മാധ്യമപ്രവർത്തകൻ TYC സ്പോർട്സിൻ്റെ ലേഖകൻ ഗാസ് നെഡൂൽ പങ്കുവെക്കുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, അർജന്റീനയുടെ കോച്ചിങ് സ്റ്റാഫ് ഇന്നലെ നേരത്തെ തന്നെ ഫിലാഡൽഫിയയിൽ എത്തിയിട്ടുണ്ട്. സ്കലോനിയും അതുപോലെ മറ്റ് കോച്ചുമാരും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും ഒക്കെ എത്തി. ഈ രണ്ട് മത്സരങ്ങളിൽ ഏത് മത്സരത്തിലും മെയിൻ ടീമിനെ അണിനിരത്തണം, ഏതൊക്കെ താരങ്ങളെ കളിപ്പിക്കണം എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ടീമിലേക്ക് ചില താരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഫിലാഡൽഫിയയിൽ എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം വന്നത് ടാഗ്ലിയാഫിക്കോയും ഹൂലിയൻ ആൽവാരസുമാണ് എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. ടീമിൻ്റെ ആദ്യ ട്രെയിനിങ് സെഷൻ നാളെയാണ്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, മെസ്സി ഉണ്ടാവില്ല, കളിക്കാൻ മെസ്സി ഉണ്ടാവില്ല. മെസ്സി പക്ഷേ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അദ്ദേഹം രണ്ട് മത്സരങ്ങളും കളിക്കില്ല. അപ്പം ഡിമരിയ ഓർ ഓട്ടാമെറ്റി ഇതിലാരെങ്കിലും ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ എന്നുള്ള കാര്യം കൂടി ഗാസ് നെഡൂൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ആരൊക്കെയാണ് ഇപ്പോൾ ഓൾറെഡി ടീമിനോടൊപ്പം എത്തിയത് അതുകൂടി ഒന്ന് പരിശോധിക്കുകയാണ്. ഹുലിയൻ ആൽവാരസ്, ക്യൂട്ടി റൊമേറോ, ലോ ചെൽസോ, ടാഗ്ലിയാഫിക്കോ, ബാർക്കോ, മൊറനറ്റെ, അതുപോലെ കർബോണി, നോഹ്യൻ പെരസ്, ഇവരാണ് ഓൾറെഡി ഫിലാഡൽഫിയയിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ വരുന്ന മണിക്കൂറിൽ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. അർജന്റീന 2 മത്സരങ്ങളാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നത്. മാർച്ച് 23 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 എൽ സാൽവഡോറുമായിട്ടാണ് ആദ്യ കളി. മാർച്ച് 27 രാവിലെ ഇന്ത്യൻ സമയം 8:20 കോസ്റ്റാറിക്കെതിരെയാണ് രണ്ടാമത്തെ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.